സോ ഫസ്റ്റ് എന്താണ് കപ്പാസിറ്റർ? ഞാൻ പറഞ്ഞു നമ്മൾ പാസീവ് കമ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്. ദെൻ ഈ കപ്പാസിറ്ററിന് എന്താണ് എബിലിറ്റി ഉള്ളത്? ഓക്കെ, കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ സ്റ്റോർ ആൻ ഇലക്ട്രിക്കൽ ചാർജ് വെൻ കണക്റ്റഡ് ടു എ വോൾട്ടേജ് സോഴ്സ്. ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ ഉള്ള എബിലിറ്റി എന്തിനുണ്ട്? കപ്പാസിറ്ററിനുണ്ട്. സോ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തിനാണ്? ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു കപ്പാസിറ്ററിന്റെ ബേസിക് ഫോമില് കപ്പാസിറ്ററിന്റെ മേക്കിങ്ങിൽ മെയിൻ ആയിട്ടും ഉള്ളത് രണ്ട് പാരലൽ ആയിട്ടുള്ള കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, കണ്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മെറ്റൽ പ്ലേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പാരലൽ ആയിട്ടുള്ള രണ്ട് പ്ലേറ്റ്സ് നമ്മൾ വെക്കും. നമ്മളിപ്പോ നമ്മുടെ ഹാൻഡ്സ് എന്താണ് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ രണ്ട് എന്താണ് കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് നമ്മൾ പാരലായിട്ട് പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ രണ്ട് പ്ലേറ്റ്സും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ടച്ച് ചെയ്യാത്ത രീതിയിൽ പാരലായിട്ട് രണ്ട് പ്ലേറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. ദെൻ ഈ രണ്ട് പ്ലേറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, അത് എയർ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും ആവാം. ക്ലിയർ ആണോ? സോ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്, അത് കണ്ടക്റ്റീവ് മെറ്റൽസ് ആയിരിക്കും. സോ ഈ രണ്ട് മെറ്റൽസ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യാണ്ടാണ് പാരലായിട്ട് വെക്കുന്നത്. സോ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് ഇതിന്റെ ഇടയിൽ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എയർ വെച്ചിട്ടും സെപ്പറേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? സോ നമ്മള് സിമ്പിൾ കപ്പാസിറ്ററിന്റെ സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടോ, സിമ്പിളിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്, രണ്ട് പാരൽ ലൈൻ ഉണ്ട്, അതിന് തമ്മിൽ കണക്ഷൻ ഇല്ല. ഓക്കെ, സോ ഇതാണ് കപ്പാസിറ്ററിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ടൈപ്സ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. സോ ആ പറയുന്ന പല ടൈപ്പ് കപ്പാസിറ്റേഴ്സിന്റെ ഫിഗർ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പം എന്തെങ്കിലും പർപ്പസിന് പോയി മേടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫോമിലായിരിക്കും കപ്പാസിറ്റേഴ്സ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതിന്റെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന സിമ്പൽ ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, രണ്ട് കണ്ടക്റ്റീവ് പ്ലേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. സോ എന്തൊക്കെ ടൈപ്പ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. വാക്സ്ഡ് പേപ്പർ, ഓക്കെ, മൈക്ക, സെറാമിക്, പ്ലാസ്റ്റിക് ഓർ സം ഫോം ഓഫ് ലിക്വിഡ് ജെൽ. അപ്പം ഇത്രയും മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നുകിൽ എയർ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ് വാക്സ്ഡ് പേപ്പർ, മൈക്ക, സെറാമിക്, പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോമിലുള്ള ലിക്വിഡ് ജെൽ. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, ഇത്രയും കമ്പോണന്റ് നമുക്ക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന കപ്പാസിറ്റേഴ്സിന്റെ പ്ലേറ്റ്സിന് ഇടയിലുള്ള ഇൻസുലേറ്റിംഗ് ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈഇലക്ട്രിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കണ്ടക്റ്റീവ് പ്ലേറ്റ്സിനെ പാരലായിട്ട് പ്ലേസ് ചെയ്യും. സോ അതിന് ഇടയിൽ ഇത് തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കാൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യും. ആ വെച്ചിരിക്കുന്ന ഇൻസുലേറ്റിംഗ് ലെയറിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഇൻസുലേറ്റിംഗ് ലെയർ കാരണം, ഡ്യൂ ടു ദിസ് ഇൻസുലേറ്റിംഗ് ലെയർ, DC കറന്റ് കനോട്ട് ഫ്ലോ ത്രൂ ദി കപ്പാസിറ്റർ ആസ് ഇറ്റ് ബ്ലോക്സ് ഇറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ഇൻസുലേറ്റിംഗ് ലെയർ ഉള്ളത് കൊണ്ട് തന്നെ DC കറന്റ്, ഡയറക്റ്റ് കറന്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് നമ്മൾ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യും. DC കറണ്ടും AC കറണ്ടും ഉണ്ട്. സോ അതിനകത്ത് DC കറണ്ട് ഈ പറയുന്ന കപ്പാസിറ്ററിൽ കൂടി ഫ്ലോ ചെയ്യില്ല. കാരണം എന്താണ്? ഈ പറയുന്ന ഡൈഇലക്ട്രിക് എന്താണ്? ഇൻസുലേറ്റിംഗ് ലെയറിനെയാണ് ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. സോ ഈ ഡൈഇലക്ട്രിക് ഉള്ളത് കൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിൽ കൂടി DC കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? DC യെ ബ്ലോക്ക് ചെയ്യും. സോ അടുത്ത ഒരു
പർപ്പസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എന്തിന് ഡി സിയെ ബ്ലോക്ക് ചെയ്യാൻ, ഡി സി കറന്റിനെ ബ്ലോക്ക് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കപ്പാസിറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് allowing instead a voltage to be present across the plates in the form of electrical charge. ഈ പറയുന്ന ഡി സി കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ വോൾട്ടേജ് ഈ പ്ലേറ്റ്സിന് അക്രോസ് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ കപ്പാസിറ്റർ എന്താണ്, ഒരു പാസീവ് കമ്പോണന്റ് ആണ്. എന്തിനാ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസിക് ഫോം എന്ന് പറഞ്ഞ കപ്പാസിറ്ററിന്റെ ബേസിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടക്റ്റീവ് പ്ലേറ്റ്സ് ഉണ്ടാവും പാരലായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. ആ രണ്ട് പ്ലേറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ നമ്മൾ എന്തെന്ന് പറയും, ഡൈഇലക്ട്രിക് എന്ന് പറയും. സോ ആ ഡൈഇലക്ട്രിക് എന്ത് ചെയ്യും, ഡി സി കറണ്ടിനെ ആ കപ്പാസിറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോ പറഞ്ഞു കപ്പാസിറ്റർ മെയിൻ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ചാർജ് സ്റ്റോർ ചെയ്യാനാന്ന് പറഞ്ഞു. ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. സോ ഇലക്ട്രോൺസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആവശ്യമുള്ളപ്പോ നമ്മുടെ സർക്യൂട്ട്, നമ്മൾ എവിടെയെങ്കിലും സർക്യൂട്ട്സ് ആയിരിക്കുമല്ലോ ഈ പറയുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിൽ എപ്പോഴാണോ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ആവശ്യം വരുന്നത്, സോ ആ സമയത്ത് നമുക്ക് ഈ കപ്പാസിറ്ററിൽ നിന്ന് ഈ എനർജി റിലീസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് കപ്പാസിറ്ററിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ എന്താണ് കപ്പാസിറ്ററിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്താണ്, എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്, ഓൺ ദെയർ പ്ലേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. പ്ലേറ്റ്സിലാണ്, ഈ പറയുന്ന കണ്ടക്റ്റീവ് പ്ലേറ്റ്സിലാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്, എനർജി സ്റ്റോർ ചെയ്യുന്നത്. എന്ത് ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ചാർജിന്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇലക്ട്രിക്കൽ ചാർജിന്റെ ഫോമിൽ ഈ പ്ലേറ്റ്സിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ എന്ത് സംഭവിക്കും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും പ്ലേറ്റ്സിന് അക്രോസ് ആയിട്ട്. സോ എന്തായിട്ട് യൂസ് ചെയ്യും, ഈ പറയുന്ന രണ്ട് പ്ലേറ്റ്സിന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ അത് നമ്മൾ റീചാർജബിൾ ബാറ്ററി എങ്ങനെയാണ്, ഒരു ബാറ്ററിക്ക് എന്താണ് പോസിറ്റീവ് ലീഡ്സും ഉണ്ട് നെഗറ്റീവ് ലീഡ്സും ഉണ്ട് ഇല്ലേ. സോ ഈ പറയുന്ന പോലെ ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ അടുത്ത പ്ലേറ്റിൽ എന്തായിരിക്കും കൂടുതൽ, നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. സോ പോസിറ്റീവ് ലീഡും ഉണ്ട് നെഗറ്റീവ് ലീഡും ഉണ്ട്. ഓക്കെ, അപ്പം എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. സോ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, റീചാർജബിൾ ബാറ്ററി പോലെ ആക്ട് ചെയ്യാം ഉള്ള എബിലിറ്റി കപ്പാസിറ്ററിനുണ്ട്. സോ എന്താണ് കപ്പാസിറ്ററിന്, ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു സ്റ്റോർ എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു സ്റ്റോർ എനർജി ഓൺ ദെയർ പ്ലേറ്റ്സ്. പ്ലേറ്റ്സിൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇൻ ദ ഫോം ഓഫ് ആൻ ഇലക്ട്രിക്കൽ ചാർജ്. ഇലക്ട്രിക്കൽ ചാർജിന്റെ ഫോമിലാണ് എന്ത് ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന പ്ലേറ്റ്സിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വോൾട്ടേജ് ഫോം ചെയ്യും. സോ ഈ പറയുന്ന എന്താണ് പ്രോസസ്സ് കാരണം തന്നെ എന്താണ് കപ്പാസിറ്ററിന് ഒരു ചെറിയ റീചാർജബിൾ ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ കപ്പാസിറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റെസിസ്റ്റർ പറഞ്ഞപ്പോ പറഞ്ഞു റെസിസ്റ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്നുള്ളത്. അതുപോലെ കപ്പാസിറ്ററിനുള്ള കമ്പോണന്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, കപ്പാസിറ്റൻസ്. ഓക്കെ, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈസ് എ മെഷർ ഓഫ് കപ്പാസിറ്റേഴ്സ് എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. അതായത് കപ്പാസിറ്ററിന് എന്താണ് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടല്ലോ, അതിന്റെ മെഷറിനെയാണ് എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വിച്ച് ഈസ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് എ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് പെർ യൂണിറ്റ് ഓഫ് ദ വോൾട്ടേജ് അപ്ലൈഡ്. ഒരു യൂണിറ്റ് വോൾട്ടേജ്, അതായത് 1 വോൾട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുവാണ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ട്. സോ എന്താണ് അതിന് അങ്ങനെ ആ 1 വോൾട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് ചാർജ് അതിന് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അതാണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മെഷർ ഓഫ് എന്താണ് എബിലിറ്റി ടു സ്റ്റോർ ചാർജ് ആണ് എന്ത് കപ്പാസിറ്റൻസ്. അതിന്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, ഒരു യൂണിറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, കപ്പാസിറ്ററിന് അക്രോസ് 1 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ചാർജ്
സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. അപ്പം കപ്പാസിറ്റർ എന്താന്നുള്ളത് നമ്മൾ കണ്ടു. അതിന് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മെയിൻ ആയിട്ടും എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടു. ദെൻ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള കപ്പാസിറ്റൻസ് എന്താന്നുള്ളതും കണ്ടു. ഓക്കെ, കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. എന്താണ്? ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി ആണ്. അപ്പം അതിന്റെ യൂണിറ്റ് എന്താണ്? അതൊരു ക്വാണ്ടിറ്റി അല്ലേ? ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറഞ്ഞാലും എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ക്വാണ്ടിറ്റി ആണ്. സോ ആ ക്വാണ്ടിറ്റിയെ നമ്മൾ എന്താണ്, ഒരു യൂണിറ്റിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫാരഡ് ആണ്. ഓക്കെ, യൂണിറ്റ് മറന്നു പോകരുത്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഓക്കെ, പക്ഷെ 1 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കലി ഫാരഡ് അല്ല കപ്പാസിറ്ററിന്റെ വാല്യൂ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ചെറിയ യൂണിറ്റിലാണ് പറയുന്നത്. SI യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫാരഡ് ആണ്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് അല്ലെങ്കിൽ നാനോ ഫാരഡ് തുടങ്ങിയ ചെറിയ യൂണിറ്റ് ആണ്. ഫാരഡിന്റെ തന്നെ ചെറിയ യൂണിറ്റ്സ്. ഓക്കെ, ഈ പറയുന്ന ചെറിയ യൂണിറ്റ്സിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്. 1 മില്ലി ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ എം ക്യാപിറ്റൽ F കൊണ്ടാണ് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ യൂണിറ്റ് ആയിട്ട് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരുമ്പോൾ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് ആയിട്ട് തരുന്നത് ഇങ്ങനെ ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻³ ആണ്. ഓക്കെ, 10⁻³ ഫാരഡ്സ് ആണ് 1 മില്ലി ഫാരഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 1 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാലോ 10⁻⁻6 ആണ് 1 മൈക്രോ ഫാരഡ്. അപ്പൊ നാനോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁹ ഫാരഡ് ആണ്. പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10⁻⁻12 ഫാരഡ് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന വാല്യൂസ് അറിഞ്ഞിരിക്കണം. കാരണം പ്രോബ്ലത്തിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തന്നിരിക്കുന്നത്. മില്ലി ഫാരഡ് എന്ന് പറഞ്ഞാലും അതിന്റെ വാല്യൂ 10⁻³ ആണെന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണം. ഓക്കെ, ദെൻ എന്താണ് കപ്പാസിറ്ററിന്റെ വേറൊരു പ്രത്യേകതയാണ് കപ്പാസിറ്റർ എന്താണ് AC-ക്ക് ലോ ഇംപെഡൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ DC-ക്ക് ഹൈ ഇംപെഡൻസ്. DC-യുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപെഡൻസ് എന്നുള്ള ടേംസ് നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ടാണ്. ഈ ഫ്ലോയിനെ നമുക്ക് ഓപ്പോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാലും. പക്ഷെ എന്താണ്, നമ്മൾ റെസിസ്റ്റൻസിന്റെ ഒരു കമ്പോണന്റിന്റെ കേസ് പറയുമ്പോഴാണ് അത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ പറയുന്ന പോലെ പാസീവ് കമ്പോണൻസ് മെയിൻ ആയിട്ട് 3 പറഞ്ഞു. ഏതാണ്? കപ്പാസിറ്റർ, ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റേഴ്സ്. അപ്പൊ ഈ 3 കൂടെ കോമ്പിനേഷൻ വരുന്ന സർക്യൂട്ട്സിൽ നമ്മൾ ഈ പറയുന്ന ഇംപെഡൻസ് എന്നുള്ള ടേംസ് ആണ് റെസിസ്റ്റൻസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ DC-ക്ക് ഹൈ ഇംപെഡൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? DC-നെ കൊടുത്തു. ഹലോ ടീച്ചറെ, പറയുന്ന കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാവോ പറയുന്നത്? ഇല്ല സാറേ. ഓക്കെ, ടീച്ചറിനോട് പറയാം. ടീച്ചറിനോടൊന്നും പറയാവോ, ഒന്ന് വിളിച്ചു പറയട്ടെ. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഏതുവരെ കേട്ടു എന്നൊന്ന് പറയോ? ഇംപെഡൻസ്. ഓക്കെ, ഇംപെഡൻസ്.
ഓക്കെ. അപ്പം എ സിക്ക് ലോ ഇമ്പിഡൻസും ഡി സിക്ക് ഹൈ ഇമ്പിഡൻസും ആണ്. അതായത് എ സി കറണ്ടിനെ പാസ് ചെയ്യാനും ഡി സി കറണ്ടിനെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി എന്തിനുണ്ട്? കപ്പാസിറ്ററിനുണ്ട്. ഓക്കെ. എന്താണ് ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പറഞ്ഞു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്, ദെൻ കണ്ടക്ടീവ് മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. പ്രസന്റേഷൻ ഓൺ ആണോ? വർക്ക് ചെയ്യുന്നില്ല. കാണുന്നില്ല. കാണുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പോ എന്താണ് കപ്പാസിറ്ററിന്റെ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്, എ സിനെ പാസ് ചെയ്യാനും ഡി സിയെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിങ് മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കപ്പാസിറ്ററിന്. ഓക്കെ. സോ ഇത് ഏത് ഷേപ്പിലായിരിക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന കണ്ടക്ടീവ് മെറ്റൽ പ്ലേറ്റ്സിന് സ്ക്വയർ ആവാം, സർക്കുലർ ഷേപ്പ് ആവാം, റെക്ടാങ്കുലർ ഷേപ്പ് ആവാം, അല്ലെങ്കിൽ എന്താണ് സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പും ആവാം. ഓക്കെ. ഈ പറയുന്ന കണ്ടക്ടീവ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. സോ പക്ഷെ പാരലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പാരലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ പ്ലേറ്റ്സിന് എന്താണ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഡൈഇലക്ട്രിക് മീഡിയം കൂടി കാണും. ഓക്കെ. അപ്പോ ഈ പറയുന്ന പോലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനാണ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമ്മൾ പഠിക്കും. സോ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇതിന്റെ ആപ്ലിക്കേഷനെയും വോൾട്ടേജ് റേറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ നോക്കി എന്തൊക്കെയാണ്, എന്താണ് കപ്പാസിറ്റർ എന്നുള്ളത് നോക്കി, കപ്പാസിറ്ററിന്റെ പ്രോപ്പർ എന്തിനാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി, ദെൻ എന്താണ് ഈ പറയുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കി. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ നമ്മൾ ഡൈഇലക്ട്രിക് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഡി സി കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ എന്താണ് കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി കപ്പാസിറ്റൻസ് എന്താന്ന് പറഞ്ഞു. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് പറഞ്ഞു. അതിന്റെ കുറച്ച് എന്താണ് നൊട്ടേഷൻസ് പറഞ്ഞു. ഓക്കെ. ദെൻ അടുത്തൊരു പ്രോപ്പർട്ടി പറഞ്ഞു, എന്താണ് എ സിയെ പാസ് ചെയ്യാനും ഡി സിയെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ദെൻ ഏതൊക്കെ ഷേപ്പിലാണ് നമുക്ക് മെറ്റൽ പ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സ്ക്യൂസ് മീ മാം, ഈ ഇംപിഡൻസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വേർഡ് കേൾക്കാത്തവരുണ്ടോ? ഇംപിഡൻസ് എന്നുള്ള വേർഡ് കേൾക്കാത്തവരുണ്ടോ? മാം ജസ്റ്റ് കേട്ടൊരു ഉള്ളൂ, ഓർമ്മയില്ല മാം. ഓക്കെ. റെസിസ്റ്റൻസ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, റെസിസ്റ്ററിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് എന്താന്നാ ഞാൻ പറഞ്ഞത്? ഈ പറയുന്ന ഫ്ലോ ഓഫ് ചാർജിന് അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോയിന് ഓപ്പോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്കെ. അതുപോലെ അത് റെസിസ്റ്റർ എന്നുള്ള കമ്പോണന്റിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ ഈ സർക്യൂട്ട്സിനകത്ത് പാസീവ് കമ്പോണൻസിന്റെ ഒരു കോമ്പിനേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് പാസീവ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് റെസിസ്റ്റർ, കപ്പാസിറ്റർ, എന്താണ് ഇൻഡക്ടർ. ഈ മൂന്നിന്റെയും കോമ്പിനേഷൻ നമ്മൾ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ മൂന്നും കൂടി വരുമ്പോൾ ഉള്ള ഫ്ലോ ഓഫ് ചാർജിന്റെ ഒപ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. റെസിസ്റ്റൻസ് മാത്രമാണെങ്കിൽ നമ്മൾ റെസിസ്റ്റർ മാത്രമാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ പറയുന്ന കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇംപെഡൻസ് എന്ന് പറയും. റെസിസ്റ്റൻസിന് സിമിലർ വേർഡ് തന്നെയാണ് ഇംപെഡൻസ്. ഓക്കെ. സോ ഹൈ ഇംപെഡൻസ് മീൻസ് എന്താണ്? ഈ പറയുന്ന ഫ്ലോ ഓഫ് ചാർജിനെ ഒപ്പോസ് ചെയ്യാനുള്ള എബിലിറ്റി ഹൈ ആയിരിക്കും. അപ്പൊ ഫ്ലോ ഓഫ് ചാർജിനെ ഒപ്പോസ് ചെയ്യുക, ഹൈ ആയിട്ട് ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ചാർജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ അതാണ് വെരി ഹൈ ഇംപെഡൻസ് ടു ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡി സിയെ എന്താണ് ഡി സി കറന്റിനെ പാസ് ചെയ്യാനുള്ള എന്താണ് കുറവായിരിക്കും. ഡി സി കറന്റിനെ പാസ് ചെയ്യുന്ന കുറവായിരിക്കും. ഓക്കെ. സോ എന്ത് പറയാം, ഡി സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി എന്തിനുണ്ട്? കപ്പാസിറ്ററിനുണ്ട്. ഓക്കെ. അതുപോലെ ലോ ഇംപെഡൻസ് ആവുമ്പോ എന്താണ്? ഈ പറയുന്ന ഫ്ലോ ഓഫ് ചാർജിനെ ഓപ്പോസ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും. സോ എന്താണ്, ചാർജ് ഫ്ലോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? എ സി കറണ്ട് സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്ത് പോകും. ക്ലിയർ ആണോ? ഓക്കെ മാം. അപ്പൊ ഈ ഇംപെഡൻസ് എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിംഗ് എബിലിറ്റി ആണോ പറയുന്നത്? യെസ് യെസ്. ഓക്കെ മാം.
ഇംപെഡൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ഇനി കമ്പോണൻസ് വരുമ്പോ അതിന്റെ കോമ്പിനേഷൻ വരുമ്പം പ്രോബ്ലം വരുമ്പോ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു ഡി സി കറണ്ട് അല്ലെങ്കിൽ ഡി സി സർക്യൂട്ടിൽ യൂസ് ചെയ്യുവാണെങ്കിൽ, ഡി സി കറണ്ട് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഡി സി സർക്യൂട്ട്സിനകത്ത് ഒരു കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററിന് എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് എത്രയാണോ അത്രയും വാല്യൂവിൽ ചാർജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ചാർജ് ആണ് പറയുന്നത്. ഈ പറയുന്ന ഡി സി സർക്യൂട്ട്സിലാണ് നമ്മൾ കപ്പാസിറ്റർ ഇരിക്കുന്നതെങ്കിൽ ഓക്കെ, എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കുമല്ലോ കമ്പോണന്റിന്, ആ പറയുന്ന വോൾട്ടേജ് സപ്ലൈ എത്രയാണോ, ഇപ്പൊ സപ്പോസ് 5 വോൾട്ട് ആണ്, 5 വോൾട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് ഈ സപ്ലൈ വോൾട്ടേജിന് എന്താണ് സിമിലർ ആയിട്ട് അത്രയും വാല്യൂല് കപ്പാസിറ്ററിന് ചാർജ് ചെയ്യാം. അതായത് ചാർജിന്റെ വാല്യൂ ഏകദേശം ഇതിന് സിമിലർ ആയിരിക്കും. പക്ഷെ എന്താണ്, ഈ ഡി സി സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഡി സി കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഡി സി കറണ്ടിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡി സി കറണ്ടിനെ ബ്ലോക്ക് ചെയ്യാനുള്ള റീസൺ എന്താണ്, ഡൈഇലക്ട്രിക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇൻസുലേറ്റർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഡി സി ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. സോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് അതിന് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കപ്പാസിറ്റർ ഡി സി സർക്യൂട്ട് കണക്ട് ചെയ്താലും അതിന് ചാർജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. കറണ്ടിനെ ബ്ലോക്ക് ചെയ്താലും എന്താണ്, കപ്പാസിറ്ററിന് ചാർജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് സിമിലർ ആയിട്ട്. ഓക്കെ, ഇനി ഒരു കപ്പാസിറ്റർ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സർക്യൂട്ടിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, കറണ്ട് ഫ്ലോ ചെയ്യും. കപ്പാസിറ്ററിൽ കൂടി എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസും ഇല്ലാണ്ട് തന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഈ കറണ്ടിനെ പാസ് ചെയ്ത് വിടും. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ പറഞ്ഞു ചാർജ് സ്റ്റോർ ചെയ്യാനാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം എത്ര ടൈപ്സ് ചാർജ് ഉണ്ട് നമുക്ക്, 2 ടൈപ്സ് ചാർജ് ആണ് നമുക്ക് ഉള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ചാർജ് എന്നുള്ളത് ഇലക്ട്രോൺസിന്റെ ഇതിൽ നമ്മൾ പറയുന്നതാണ്. സോ പോസിറ്റീവ് ചാർജ് എന്താണ്, പ്രോട്ടോൺസ് ആണ്. നമ്മൾ ന്യൂക്ലിയസും ആറ്റോംസ് ഒക്കെ പഠിച്ചതാണ്. സോ പോസിറ്റീവ് ചാർജ് ഇൻ ദ മീനിങ് പ്രോട്ടോൺസും, നെഗറ്റീവ് ചാർജ് എന്താണ്, ഇലക്ട്രോൺസും ആണ്. ഓക്കെ, അപ്പം ഒരു ഡി സി വോൾട്ടേജ് ഒരു കപ്പാസിറ്റർ അക്രോസ് നമ്മൾ പ്ലേസ് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഒരു പ്ലേറ്റിലോട്ട് അക്യുമുലേറ്റ് ചെയ്യും. 1 പ്ലേറ്റിൽ മൊത്തം പോസിറ്റീവ് ചാർജ് ആവും. ഓക്കെ, കറസ്പോണ്ടിങ് ആൻഡ് ഓപ്പോസിറ്റ് എന്തായിരിക്കും, അടുത്ത പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്. ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടോൺസ്. ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ നെക്സ്റ്റ് പ്ലേറ്റിൽ എന്താണ് വരുന്നത്, നെഗറ്റീവ് ചാർജ് ആണ്. അതിന്റെ റീസൺ എന്താണ്, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിൽ രണ്ടും ബാലൻസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഈ പറയുന്ന പോലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്ത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ അവിടെ നിന്ന് മാറുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ആ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, സോ അത് മാറി ഇല്ലേ. സോ അപ്പം ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്തുണ്ടാക്കും, ഹോൾസ് ഉണ്ടാക്കും. സോ അതിനൊരു പോസിറ്റീവ് ചാർജ് ആണെന്നൊക്കെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. സോ അതേപോലെ എന്താണ്, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, കപ്പാസിറ്റർ അക്രോസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും അടുത്ത പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ 5 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ എന്താണ്, സിമിലർ ആയിട്ട് 5 നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക ആ പ്ലേറ്റിന്റെ 2 പ്ലേറ്റിലായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത് പറയുന്നത്, ഓരോ പോസിറ്റീവ് ചാർജ് അറൈവ് ചെയ്യുന്നതിനനുസരിച്ചും എന്താണ്, അടുത്ത പ്ലേറ്റിൽ ആ സൈൻ അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് സിമിലർ ആണ്, ഇത്രയേ ഉള്ളൂ. 5 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്തുണ്ടാവും, 5 നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിന്റെ 5 പോസിറ്റീവ് 5 നെഗറ്റീവ് അല്ലെ, 5 പോസിറ്റീവ് നെഗറ്റീവും വരുമ്പോ എന്തായിരിക്കും, മൊത്തത്തിൽ ചാർജ് ന്യൂട്രൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂ ടു ദിസ് ചാർജ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്. അതായത് ഒരിടത്ത് പോസിറ്റീവ് മറ്റിടത്ത് നെഗറ്റീവ്.
ഓക്കെ. അപ്പം +5 എന്ന് പറഞ്ഞാലും ഇപ്പുറത്തെ എന്താണ് -5 ആണ് അല്ലെ? അപ്പൊ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, വോൾട്ടേജിൽ ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? ഒന്ന് +5 ഒന്ന് -5 ആണ്. സോ ഈ രണ്ട് പ്ലേറ്റിന് ഇടയ്ക്കും എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. അപ്പം കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, once the capacitor reaches its steady state condition, an electrical current is unable to flow through the capacitor itself and around the circuit due to the insulating properties of the dielectric used to separate the plates. അതായത് ഇതിപ്പോ സ്റ്റഡി സ്റ്റേറ്റ് ആയി. ഓക്കെ, ഒരു സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ +5 ആണെങ്കിൽ ഇവിടെ -5. അപ്പം മൊത്തത്തിൽ ചാർജ് ന്യൂട്രൽ ആയി. അതാണ് സ്റ്റഡി സ്റ്റേറ്റ്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? കപ്പാസിറ്ററിൽ കൂടി പിന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, ഡൈഇലക്ട്രിക് മീഡിയം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ടു ദ പ്ലേറ്റ്സ്, പ്ലേറ്റ്സിലോട്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോഴാണല്ലോ ഒരു സൈഡിൽ എന്താവുന്നത്? നെഗറ്റീവ് ചാർജ് ആവുന്നത്. അപ്പം ഈ പറയുന്ന ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെയാണ് ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിച്ച് കണ്ടിന്യൂസ് ടു ഫ്ലോ അണ്ടിൽ ദ വോൾട്ടേജ് അക്രോസ് ബോത്ത് പ്ലേറ്റ്സ് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. ഈ പറയുന്ന ഞാൻ പറഞ്ഞു നേരത്തെ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഇത് കറസ്പോണ്ടിങ് ആയിരിക്കും ചാർജ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സപ്പോസ് VC, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 5 വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ 5 വോൾട്ട് എത്തുന്നവരെ പ്ലേറ്റ്സിന്റെ വോൾട്ടേജ്, ഈ വോൾട്ടേജിന് സിമിലർ ആയിട്ട് ചാർജ് ഉണ്ടാവുന്നവരെയും എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ആ കറണ്ടിനെയാണ് ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴാണ്? ബാലൻസ് ആവുന്നവരെ, അതായത് +VCയും ഇപ്പുറത്ത് -VCക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? +5 എന്നുള്ളതും -5 എന്നുള്ളതും വാല്യൂസ് രണ്ട് പ്ലേറ്റിലും എത്തുന്നവരെയും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ എന്താണ്? ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ പറയുന്ന പോയിന്റിൽ എന്താണ്? ഫുള്ളി ചാർജ്ഡ് ആണ്. VC അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് സിമിലർ ആയിട്ട് എന്താണ്? ഈ പറയുന്ന പ്ലേറ്റ്സ് ചാർജ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഫുള്ളി ചാർജ്ഡ് സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാ ഈ ഒരു പോർഷൻ ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നേ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞുള്ളൂ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് സിമിലർ ആയിട്ടായിരിക്കും പ്ലേറ്റ്സിൽ ചാർജ് ഉണ്ടാവുക. 5 വോൾട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ +5 എന്നുള്ള നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജും ഇപ്പുറത്തെ പ്ലേറ്റിൽ -5 എന്നുള്ള നെഗറ്റീവ് ചാർജും ഉണ്ടാവണം. ആ +5ഉം -5ഉം ആകുന്നവരെയും എന്താണ്? ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെ നമ്മൾ ചാർജിങ് കറണ്ട് എന്ന് പറയും. +5ഉം -5ഉം രണ്ട് പ്ലേറ്റിലും ആയി കഴിഞ്ഞാൽ അത് സ്റ്റഡി സ്റ്റേറ്റ് ആയി. സോ സ്റ്റഡി സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. എന്താണ്? ഫുള്ളി ചാർജ്ഡ് സ്റ്റേറ്റിലോട്ട് കപ്പാസിറ്റർ വരും. ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ ദ സ്ട്രെങ്ത് ഓർ റേറ്റ് ഓഫ് ദിസ് ചാർജിങ് കറണ്ട് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം വാല്യൂ വെൻ ദ പ്ലേറ്റ്സ് ആർ ഫുള്ളി ചാർജ്. ഈ പ്ലേറ്റ്സ് ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ചാർജിങ് കറണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, അതായത് ഇനിഷ്യൽ കണ്ടീഷൻ. ദെൻ എന്ത് ചെയ്യും? ഫുള്ളി ചാർജഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഈ പറയുന്ന ചാർജിങ് കറണ്ട് ഇതിന്റെ മാക്സിമം വാല്യൂവിൽ ആയി കഴിഞ്ഞാൽ, അതായത് തൊട്ട് മുന്നേ പറഞ്ഞ സ്റ്റേറ്റ് തന്നെയാണ്, ഫുള്ളി ചാർജ് ആയി, കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, സോ ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇനിഷ്യൽ കണ്ടീഷനിൽ നേരത്തെ എന്തായിരുന്നു? രണ്ട് പ്ലേറ്റ്സിലും ചാർജ് ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ ആയിരുന്നു. സോ ഈ രണ്ട് പ്ലേറ്റ്സിലും 0 വാല്യൂ ആവുന്നവരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള എബിലിറ്റി എന്തിനുണ്ട്? ഈ പറയുന്ന കപ്പാസിറ്ററിനുണ്ട്. സോ എന്താണ്? ചാർജിങ് എബിലിറ്റി ഉണ്ട്, ഡിസ്ചാർജ് എബിലിറ്റി ഉണ്ട് കപ്പാസിറ്ററിന്. അപ്പം അത് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ റിക്വയർമെന്റ് അനുസരിച്ച് ഈ പ്രോപ്പർട്ടി, കപ്പാസിറ്ററിന്റെ ഈ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, നമ്മളിപ്പം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പാരലൽ പ്ലേറ്റ് ആണ് നമ്മുടെ എന്ത്? റെഫറൻസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന കപ്പാസിറ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണെങ്കിലും ചാർജ് സ്റ്റോർ ചെയ്യുന്നതാണെങ്കിലും എല്ലാം നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്?
പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. സോ അതിന്റെ എന്തുണ്ട്, ഒരു ഈ പറയുന്ന പോലെ ഏരിയ ഉണ്ടല്ലോ, രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ട് ഇല്ലേ. അപ്പം ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും, ഒരു സർഫസ് ഏരിയ ഉണ്ടാവും. സോ ഏരിയയും ഉണ്ട്. ഈ പറയുന്ന പോലെ രണ്ട് പാരലൽ പ്ലേറ്റിന് ഇടയ്ക്ക് ഡൈഇലക്ട്രിക് വെക്കും എന്ന് പറഞ്ഞു. സോ എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളത് പറഞ്ഞോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും പ്ലേസ് ചെയ്താൽ മതിയോ നമുക്കുള്ള കറസ്പോണ്ടിങ് വാല്യൂ കിട്ടാൻ? അല്ല, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ തന്നെ ഈ പറയുന്ന രണ്ട് പ്ലേറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യണം. സോ ഈ പറയുന്ന പ്ലേറ്റിന്റെ ഏരിയനെയും ഈ രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസിനെയും ഡിസ്റ്റൻസിലുള്ള ഡിഫറൻസിനെയും ബേസ് ചെയ്തിട്ടാണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം കപ്പാസിറ്റൻസ് സി ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ബൈ ഡി. എ ഇന് ഏരിയ, ഡി ആണ് ഈ രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള സെപ്പറേഷൻ എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസും ഈ പറയുന്ന ഫീച്ചേഴ്സും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ റിലേഷൻ എന്താണ്? കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ബൈ ഡി. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എപ്സിലോൺ സീറോ അല്ലെങ്കിൽ എപ്സിലോൺ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം എപ്സിലോൺ സീറോ എന്താണ്? പെർമിറ്റിവിറ്റി എന്നുള്ള ക്വാണ്ടിറ്റി ആണ് ഈ പറയുന്ന എപ്സിലോൺ സീറോ. അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ്. സോ അതിന്റെ വാല്യൂ 8.854 into 10⁻⁻12 എന്നുള്ളതാണ്. ഓക്കെ, ഈ വാല്യൂ അറിഞ്ഞിരിക്കണം. സോ ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, അപ്പം കപ്പാസിറ്റൻസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി എന്നുള്ളതായി. ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് കപ്പാസിറ്റൻസ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ ഏരിയ. ഓക്കെ, ഏരിയയുമായിട്ട് എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്ലേറ്റിന്റെ ഏരിയന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് തമ്മിലുള്ള സെപ്പറേഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ദെൻ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് കപ്പാസിറ്റൻസ്. അപ്പം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ഹയർ ആവുമ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റൻസ് ലെസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. സോ ഏരിയ കൂടുമ്പോ എന്താണ്? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഹയർ ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞു എന്താ പെർമിറ്റിവിറ്റിന്റെ കേസ് പറഞ്ഞു. സോ ആദ്യം പെർമിറ്റിവിറ്റി കപ്പാസിറ്റൻസും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഓക്കെ, പെർമിറ്റിവിറ്റി ഹയർ ആണെങ്കിൽ കപ്പാസിറ്റൻസും എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പെർമിറ്റിവിറ്റി? പെർമിറ്റിവിറ്റി എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പം എപ്സിലോൺ സീറോ എന്നുള്ളത് പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞു. പെർമിറ്റിവിറ്റി കൂടുമ്പോൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഹയർ ആയിരിക്കും എന്നും പറഞ്ഞു. സോ എന്താണ് പെർമിറ്റിവിറ്റി? ഓക്കെ, ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് അവിടുത്തെ മീഡിയം ആണ്. ഓക്കെ, ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. സോ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൗ മച്ച് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ബീയിങ് ജനറേറ്റഡ് പെർ യൂണിറ്റ് ചാർജ്. ഓക്കെ, ഒരു യൂണിറ്റ് ചാർജിനകത്ത് എത്രമാത്രം ഇലക്ട്രിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ചിലർക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സിന്റെ മെഷർ ആണ്. നമ്മൾ അതൊരു കൺസെപ്റ്റ് ആണ്. എന്താണ്? ചാർജ് പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ലൈൻ, അതിന് ചുറ്റും ഒരു ഫോഴ്സ് ഉണ്ടാവും. അത് നമ്മളൊരു ഇമാജിനറി ലൈൻ കൊണ്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതിനാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. സോ ഈ പറയുന്ന ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സിന്റെ മെഷർ ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു ചാർജിന് ചുറ്റുമുള്ള എന്താണ് അതിന്റെ ഒരു സ്ട്രെങ്ത്, ആ സ്ട്രെങ്തിനാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന പോലെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഒരു യൂണിറ്റ് ചാർജിൽ എത്രമാത്രം ഇലക്ട്രിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു കപ്പാസിറ്ററിന്റെ പെർമിറ്റിവിറ്റി നമ്മൾ നോർമലി പെർമിറ്റിവിറ്റി എന്നുള്ളത് നൊട്ടേറ്റ് ചെയ്യാൻ എപ്സിലോൺ എന്നുള്ള സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നത്. സോ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ ആണ്. ഓക്കെ, അതില് എപ്സിലോൺ സീറോ എന്താന്നുള്ളത് നിങ്ങൾ കണ്ടു. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ്. അതിന്റെ വാല്യൂ ആണ് 8.854 into 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ എന്നുള്ളത്. ഓക്കെ, ദെൻ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
പെർമിറ്റിവിറ്റി ഓഫ് ഡൈ ഇലക്ട്രിക് മീഡിയം. ഓക്കെ, നമ്മൾ ഡൈ ഇലക്ട്രിക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഡൈ ഇലക്ട്രിക് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്, ഫ്രീ സ്പേസ് അല്ലാണ്ട് വരുന്ന വേറെ ബാക്കിയുള്ള മെറ്റീരിയൽസിന്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ ആർ എന്ന് പറഞ്ഞ. ഓക്കെ, അപ്പം അത് പല ഏതൊക്കെയാണ് ഡൈ ഇലക്ട്രിക് മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എപ്സിലോൺ ആറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ആ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്യുവർ വാക്വം ആണെങ്കിൽ 1 ആയിരിക്കും, എയർ ആണെങ്കിൽ 1.0006 ആയിരിക്കും, പേപ്പർ ആണെങ്കിൽ അതിന്റെ വാല്യൂ 2.5 to 3.5 വരെ വേരി ചെയ്യാം, ഗ്ലാസ് ആണെങ്കിൽ 3 to 10 ആയിരിക്കും, മൈക്ക ആണെങ്കിൽ 5 to 7, വുഡ് ആണെങ്കിൽ 3 to 8, ആൻഡ് മെറ്റൽ ഓക്സൈഡ് പൗഡേഴ്സ് ആണ് നമ്മൾ ഡൈ ഇലക്ട്രിക് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂ 6 to 20, അതിന്റെ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, സോ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്നുള്ളതാണ് എപ്സിലോൺ എന്നുള്ള വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് എപ്സിലോൺ 0 A/D എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഡൈഇലക്ട്രിക് മീഡിയം ഫ്രീ സ്പേസ് ആണെങ്കിലാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ വേറൊരു മെറ്റീരിയൽ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? എപ്സിലോൺ 0 എപ്സിലോൺ ആർ D/A എന്നുള്ള രീതിയിലോട്ട് മാറും. ഓക്കെ, D/A അല്ല A/D ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ നോട്ട് തരുമ്പോ കറക്റ്റ് ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പൊ D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സും A എന്ന് പറഞ്ഞ ഏരിയ ഓഫ് കണ്ടക്ടിങ് പ്ലേറ്റ്സും ആണെന്ന് പറഞ്ഞു. ദെൻ C കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ക്ലിയർ അല്ലേ? C ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A/D ആണ്. സോ റിലേഷൻ ഏരിയയും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സോ കപ്പാസിറ്റൻസ് എന്താണ്? എപ്സിലോൺ 0 A/D ആണ്. സോ എന്താണ് ദെൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ആണ്. എപ്സിലോൺ 0യുടെ വാല്യൂ അറിയണം. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. സോ അതും അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനും അറിഞ്ഞിരിക്കണം. സോ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ എന്താണ് ബോക്സ് ആയി ടാബുലാർ ഫോമിൽ കൊടുത്തിരിക്കുവാണ്. ഡൈഇലക്ട്രിക് ഇതാണെങ്കിൽ എന്താണ് പെർമിറ്റിവിറ്റി ഓഫ് ഡൈഇലക്ട്രിക് എന്താന്നുള്ളത് ടാബുലാർ ഫോമിൽ കൊടുത്തിരിക്കുകയാണ് പഠിക്കാൻ എളുപ്പത്തിന്. ഓക്കെ, സോ ഇതെന്തായാലും നോക്കണം. ദെൻ എന്താണ് കപ്പാസിറ്റൻസ് പഠിച്ചു, ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ പഠിച്ചു. ദെൻ കപ്പാസിറ്ററിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് എന്ത്? എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോ ഒരു കപ്പാസിറ്റർ പവർ സോഴ്സുമായിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് രണ്ട് പ്ലേറ്റ്സിലും ചാർജ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ചാർജ് അക്യുമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വർക്ക് ഡൺ അവിടെ നടക്കണമല്ലോ. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ പറയുന്ന കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ വാല്യൂ എന്താണ്? ഓക്കെ, ഈ പറയുന്ന പോലെ പവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ അവിടെ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ എനർജിയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യു ആണ് എന്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്നുണ്ടെങ്കിൽ ½ CV² എന്നുള്ളതാണ് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ സി എന്താണ്? കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ് ആൻഡ് വി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇൻ വോൾട്ട്. ഓക്കെ, എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഈ പറയുന്ന ഓരോ ടൈംസിന്റെയും യൂണിറ്റ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഒരു കപ്പാസിറ്ററിന് എനർജി സ്റ്റോർ ചെയ്യാൻ എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ആണ് U = ½ CV². യു എന്ന് പറയുന്നത് എന്താണ്? എനർജി ഇൻ ജൂൾ ആണ്. സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ്. വി എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഇൻ വോൾട്ട്സ്. ഓക്കെ, ദെൻ എന്താണ് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് കപ്പാസിറ്ററിന്. എനർജി സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ ചാർജ് സ്റ്റോർ ചെയ്യും. അതുപോലെ എന്താണ് ഈ ചാർജ് നേരത്തെ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുമ്പോൾ ഉള്ള റിലേഷൻ പഠിച്ചു. ചാർജ് സ്റ്റോർ ചെയ്യുമ്പോൾ എത്രത്തോളം ചാർജ് ആണ് കപ്പാസിറ്ററിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ ഈ സ്റ്റോർ ചെയ്യുന്ന എനർജിയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോ Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. നമ്മൾ
ചാർജ് എന്ന് പറയുന്നത് നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യൂ, ക്യാപിറ്റൽ ലെറ്റർ ക്യൂ കൊണ്ടാണ്. സോ ചാർജും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. എഗെയിൻ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യും. സോ ആ കോൺസ്റ്റന്റ് ഇവിടെ എന്താണ്? കപ്പാസിറ്റൻസ് എന്നുള്ള വാല്യൂ ആണ്. സോ സി. അപ്പൊ ക്യൂ ഈക്വൽ ടു സി വി എന്നുള്ളതാണ് ഒരു കപ്പാസിറ്ററിന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയുടെ അളവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോർഡ്, സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, വി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. സോ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓർത്തിരിക്കണം. ഓരോ ടേംസും എന്താന്നുള്ളതും ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ കപ്പാസിറ്റർ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പം പറഞ്ഞു, ടു കപ്പിൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിനെ ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്തതിലോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന കപ്പാസിറ്റർ യൂസ് ചെയ്യാം. ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയും. ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സർക്യൂട്ട്സ് തമ്മിലുള്ള എന്താണ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ടൈപ്പ് കപ്പാസിറ്ററിനെയാണ് എന്തെന്ന് പറയുന്നത്? കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയും. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി കണ്ടു എന്ത് ഡി സി വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. സോ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്ന് പറയും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ, എ സിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. എ സിയെ ബൈപ്പാസ് ചെയ്യാൻ എബിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ എന്നും പറയും. ഓക്കെ, ദെൻ ഈ പറയുന്ന പോലെ ടൂൺഡ് സർക്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ചില ഇതിനകത്ത് നമുക്ക് എന്താണ് വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഫങ്ഷൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂൺഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യും. ആ ടൂൺഡ് സർക്യൂട്ട്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും കോമ്പിനേഷൻ ആണ്. സോ ആ ടൂൺഡ് സർക്യൂട്ടില് ഇൻഡക്ടറിന്റെ കൂടെ സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ കണക്ട് ചെയ്യും. സോ ടൂൺഡ് സർക്യൂട്ട്സിലും കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എലോങ് വിത്ത് ഇൻഡക്ടർ. ക്ലിയർ ആണോ? സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എന്ത് കപ്പാസിറ്ററിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനാണ്? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡി സി വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എ സിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ടൂൺഡ് സർക്യൂട്ടിൽ ഇൻഡക്ടറിന്റെ കൂടെ യൂസ് ചെയ്യും. ദെൻ അടുത്ത നമ്മൾ നോക്കുന്നത് കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ജനറൽ ആയിട്ട് പറയുവാണ് എനർജി സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ പവർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കപ്പാസിറ്റർ ചില ആപ്ലിക്കേഷൻസിൽ. പിന്നെ സിഗ്നൽ പ്രോസസ്സിംഗിലും എന്ത് യൂസ് ചെയ്യും? കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷൻ ജനറൽ ആയിട്ട് എനർജി സ്റ്റോറേജ്, പവർ കണ്ടീഷനിങ്, സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സിഗ്നൽ പ്രോസസ്സിംഗിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും വെച്ചിട്ട് കുറെ 2-3 ഇക്വേഷൻസ് പഠിച്ചില്ലേ? സോ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല ഞാൻ തന്നിരിക്കുന്നത്. ഇതൊന്ന് പ്രോബ്ലം ആയതുകൊണ്ട് എന്താണ് ആൻസറും ഇതുമായിട്ട് നമ്മൾ നോർമലി പ്രോബ്ലം ചെയ്യുന്നതാണൊക്കെ തന്നിരിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് വരുമ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ചാർജ് ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ഈച്ച് പ്ലേറ്റ് ഓഫ് 6 picofarad when it is connected to a 24 volt battery? അപ്പം ചാർജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഹൗ മച്ച് ചാർജ് ഈസ് ഡെപ്പോസിറ്റഡ്, ചാർജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈച്ച് പ്ലേറ്റ് ഓഫ് 6 picofarad. അപ്പൊ 6 picofarad, ഫാരഡ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ എന്തായിരിക്കും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ്. സോ സി തന്നിട്ടുണ്ട് 6 picofarad എന്നുള്ളത്. വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ 24 volt ബാറ്ററി. അപ്പം 24 volt ബാറ്ററി. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അപ്ലൈ ചെയ്തേക്കുന്ന സപ്ലൈ വോൾട്ടേജും തന്നിട്ടുണ്ട്. സോ വി എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ചാർജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Q ഈക്വൽ ടു സി വി. സി എം വി എം നമുക്ക് ഡയറക്ട്ലി തന്നിട്ടില്ലേ? സോ 6 picofarad 6 into, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈക്കോഫാരഡ്, മില്ലി ഫാരഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാന്നുള്ളത്, നൊട്ടേഷൻ എത്രയാന്നുള്ളത് മാത്തമാറ്റിക്കലി നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇവിടെ വോൾട്ടേജിലാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പം മറ്റത് എന്തായിരിക്കണം? കറസ്പോണ്ടിങ് ഹയർ യൂണിറ്റിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ പൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻12 ആണ്. സോ 6 into 10⁻⁻12 ഫാരഡ് എന്നുള്ളത് വന്നു. ഇൻറ്റു
24. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 into 24 144 into 10⁻⁻12 സി. എവിടെ എന്താണ് സി? നമ്മൾ നേരത്തെ ഫോർമുലയിലും ഒരു സി കണ്ടു, ക്യൂ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ ഒരു സി കണ്ടു. ഈ രണ്ട് സിയും സിമിലർ ആണോ? ചാർജിന്റെ യൂണിറ്റ് അല്ലേ ഇവിടെ? ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളം. അപ്പോ കൂളംബിന്റെ എന്താണ് നൊട്ടേഷൻ ആണ് സി. ഇത് രണ്ടും മാറിപ്പോകരുത്. കപ്പാസിറ്റൻസിന് നമ്മൾ സി ആണ് യൂസ് ചെയ്യുന്നത്. ചാർജിന്റെ യൂണിറ്റ് കൂളംസ് എന്നുള്ളതിന്റെ നൊട്ടേഷനും ക്യാപിറ്റൽ സി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Okay, miss. Yes. Then the voltage applied is 15 volt between the capacitors having a charge of 3 micro എന്താണ് കൂളം. ഓക്കെ, ഫൈൻഡ് ദ കപ്പാസിറ്റൻസ്. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ. സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? അപ്ലൈ ചെയ്ത വോൾട്ടേജും കപ്പാസിറ്ററിന്റെ ചാർജും. ഓക്കെ, ക്യൂ തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട് അല്ലെ? ക്യൂ. അപ്പം സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്താ? ക്യൂ ഈസ് ഈക്വൽ ടു സി വി അല്ലെ? അതിൽ നമുക്ക് സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ക്യൂ ബൈ വി എന്നുള്ള ഇക്വേഷൻ വരുമ്പോ നമുക്ക് സി കണ്ടുപിടിക്കാം ഇല്ലേ? ക്യൂ എന്താണ്? 3 into 10⁻⁻6. 10⁻⁻6 എവിടെ നിന്ന് വന്നു? മൈക്രോ. മൈക്രോയുടെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് 10⁻⁻6 എന്നുള്ളത്. അപ്പൊ 3 into 10⁻⁻6 by 15 വന്നു. 0.2 into 10⁻⁻6 ഫാരഡ്. ഓക്കെ, കപ്പാസിറ്റൻസ്. അപ്പൊ എന്ത് ഫാരഡ് ആണിത്? ഫാരഡ് മാറ്റിയിട്ട് 10⁻⁻6 മാറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0.2 മൈക്രോ ഫാരഡ്. സോ ഓപ്ഷൻസിൽ അങ്ങനെ തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ യൂണിറ്റിന്റെ കേസ് എടുത്തു പറയുന്നത്. ഓക്കെ, മൈക്രോ, പൈക്കോ, നാനോ ഒക്കെ എന്താണ് വാല്യൂ എന്നുള്ളത് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. Okay, then factors on which the capacitance of capacitor depends. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? സി ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി അല്ലേ? ഓർമ്മയില്ല? ഇപ്പൊ കുറച്ചു മുന്നേ കേട്ടില്ല. എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. എന്തുകൊണ്ടാ? ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ഡി, എ വരുന്നുണ്ട് ഇല്ലേ? ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എങ്ങനെ അവിടെ വരുന്നേ? സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി. എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്നുള്ളത് ഡൈ ഇലക്ട്രിക് മെറ്റീരിയലിന്റെ എന്താണ്? പെർമിറ്റിവിറ്റി. സോ അതുകൊണ്ടാണ് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്നുള്ളതും കൂടി വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ, അപ്പം ഇത്രയും ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്ററിന്റെ എന്താണ് ഡീറ്റെയിലിംഗ് ആണ് നമ്മളിപ്പോ ഇത്രയും നോക്കിയത്. ഇത്രയും ക്ലിയർ ആണോ? ഒന്നുകൊണ്ട് ഞാൻ റിവൈസ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസിസ്റ്റേഴ്സിന്റെ കേസിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് പല രീതിയിൽ കമ്പൈൻ ചെയ്യാം എന്ന് പറഞ്ഞു സർക്യൂട്ട്സിനകത്ത്. സിമിലർലി നമുക്ക് കപ്പാസിറ്റേഴ്സും എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്ത് റെസിസ്റ്റർ കണക്ട് ചെയ്ത പോലെ തന്നെയാണ് നമുക്കുള്ളത്. സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ടിന്റെയും മിക്സും ആവാം. ഓക്കെ, അപ്പോ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വാല്യൂസ് വരുന്നത്? പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വാല്യൂസ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ സ്ലൈഡിനകത്ത് ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നമ്മള് 3 കപ്പാസിറ്റേഴ്സ് C1 C2 C3 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കണേ. C1 C2 C3 എന്ന് പറഞ്ഞ് നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. 3 കപ്പാസിറ്റേഴ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ്. ഓക്കെ, റെസിസ്റ്റേഴ്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്തടുത്തുള്ള കമ്പോണന്റ് തമ്മിലുള്ള ഒരു ലീഡ്സ് മാത്രമേ എന്ത് എടുത്തിട്ടുണ്ടാവുള്ളൂ? കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, C1 ഉം C2 തമ്മിൽ എന്താണ്
അതിന്റെ C1ന്റെ മൈനസ് ക്യൂവും C2ന്റെ പ്ലസ് ക്യൂവും തമ്മിൽ മാത്രമേ കണക്ഷൻ ഉള്ളൂ. C1ന്റെ പ്ലസ് ക്യൂവും C2ന്റെ മൈനസ് ക്യൂവും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ടാണ് എന്ത്, അങ്ങനെ കണക്ഷൻ വന്നിരുന്നെങ്കിൽ എന്തായേനെ, അതൊരു പാരലൽ കണക്ഷൻ ആയേനെ, രണ്ട് ലീഡ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ. സോ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസിന്റെ ഒറ്റ ലീഡ്സ് മാത്രമേ കണക്റ്റഡ് ആയിട്ടുണ്ടാവുള്ളൂ. സോ ഇതൊരു സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പം എഗെയിൻ ഇവിടെ ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്നൊക്കെ നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും എന്നുള്ളതാണ്. എഗെയിൻ ഈ പറയുന്ന C1 C2 C3 അക്രോസ് ആയിട്ട് എന്ത് ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ലീഡ് പോസിറ്റീവും അടുത്ത ലീഡ് നെഗറ്റീവും ആണ്. സോ ഒരു വോൾട്ടേജ് സോഴ്സ് ഈ പറയുന്ന C1 C2 C3 എന്ന് പറഞ്ഞ കപ്പാസിറ്റേഴ്സിന് അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ സീരീസ് കോമ്പിനേഷനകത്ത് നമുക്ക് നേരത്തെ നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ എന്തൊക്കെ പറഞ്ഞു, വോൾട്ടേജ് പറഞ്ഞു, കറണ്ട് എന്താന്ന് പറഞ്ഞു, ദെൻ എന്താണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആയിരുന്നു അവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ കപ്പാസിറ്ററിന്റെ കേസിൽ എന്തായിരിക്കും കാണുന്നത്, ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, സോ സീരീസിന്റെ കേസിൽ, കപ്പാസിറ്ററിന്റെ കേസിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓരോ കപ്പാസിറ്ററിന് അക്രോസും ഉള്ളത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഓരോ കപ്പാസിറ്ററിന് അക്രോസും ഉള്ള വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും, കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? സോ വോൾട്ടേജ് എന്ത് വന്നു, V1 V2 V3 എന്നുള്ള ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കിട്ടും. കറണ്ട് എന്നുള്ളത് സെയിം ആണ് വരുന്നത്. സോ I1 I2 I3 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു I എന്നുള്ള നൊട്ടേഷൻ കോമൺ കറണ്ട് ആണ്. ഇനി QT ടോട്ടൽ ചാർജ് എന്താണ്, Q1 Q2 Q3 അതും എന്താണ്, സീരീസ് കണക്ഷനകത്ത് ഈക്വൽ ആണ്. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, സോ എന്താണ് ക്യൂവിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കപ്പാസിറ്ററിന്റെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ 1/CT ഈക്വൽ ടു എന്താണ് 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇത് റെസിസ്റ്റൻസിന്റെ കേസിൽ ഏതിന് സിമിലർ ആയിരുന്നു, ടോട്ടൽ യെസ് പാരലൽ കോമ്പിനേഷൻ. സോ എന്താണ് റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് സിമിലർ ആണ് എന്ത്, സീരീസിനകത്ത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നത്. 1/CT ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്നുള്ളതാണ് എന്ത്, ഈ പറയുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, CT എന്നുള്ളത് C സഫിക്സ് T ആണ്. ഓക്കെ, അപ്പം CT എന്ന് പറഞ്ഞ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ്. ഇപ്പം 1/CT ആണ് നമുക്ക് കിട്ടുന്നത്. സോ CT കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കിട്ടുന്ന വാല്യൂന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കിട്ടും. അപ്പം ഇത് 3 കപ്പാസിറ്റേഴ്സിന്റെ കേസാണ്. അപ്പം 3ൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, പ്ലസ് എക്സെട്ര 1/CN വരെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതിന്റെ ഒരു പ്രോബ്ലം ആണ്. 4 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ്, 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. കപ്പാസിറ്റൻസ് വാല്യൂ ഏതൊക്കെയാണ്, 2 microfarad, 6 microfarad, 8 microfarad and 3 microfarad connected in series. Then find the equivalent capacitance of the circuit. സീരീസ് കണക്ഷൻ അകത്ത് 4 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്റൻസ് വാല്യൂസ് തന്നിട്ടുണ്ട്, ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാനാ പറഞ്ഞേക്കുന്നത്. സോ ഇക്വേഷൻ എന്താണ്, 1/CT ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 പ്ലസ് 1/C4. ഓക്കെ, C1 C2 C3 എന്തായിരുന്നു, 2 6 8 3 അല്ലേ? സോ അത് പ്ലേസ് ചെയ്തു, എന്ത് കിട്ടും, കാൽക്കുലേറ്ററിൽ നമ്മൾ അടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ചെയ്യുമ്പോൾ 27/24, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 27/24. 1/C ഇക്വലന്റ് ആണ് 27/24. സോ C ഇക്വലന്റ് എന്താണ്, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 24/27 മൈക്രോഫാരഡ് എന്നുള്ളത് കിട്ടും. ക്ലിയർ ആണോ? തന്നിരിക്കുന്ന എല്ലാ വാല്യൂവും മൈക്രോഫാരഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, മൈക്രോഫാരഡ് ആയിരിക്കും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ദെൻ അടുത്തത് പാരലൽ കോമ്പിനേഷൻ ആണ് വരുന്നത്. പാരലൽ കോമ്പിനേഷൻ ആയപ്പോ എന്തായി കണ്ടോ, C1 C2 C3യുടെ
എല്ലാത്തിന്റെയും പോസിറ്റീവ് ലീഡ്സ് കണക്ഷൻ ഉണ്ട്, എല്ലാത്തിന്റെയും നെഗറ്റീവ് ലീഡ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. സോ എന്താണ്, ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആണ്. ഇതിന് അക്രോസ് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് അതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഓരോ കപ്പാസിറ്റൻസ് വാല്യൂ ആഡ് ചെയ്താൽ മതി. സിമിലർ, ഇത് പാരലൽ കപ്പാസിറ്ററിന്റെതും റെസിസ്റ്ററിന്റെ എന്തുമായിട്ടാണ് സിമിലർ? സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, സോ കപ്പാസിറ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ കപ്പാസിറ്റൻസിന്റെ വാല്യൂസ് ആഡ് ചെയ്താൽ മതി. വോൾട്ടേജ് അക്രോസ് ഓരോ കപ്പാസിറ്ററും എന്താണ്, ഈക്വൽ ആണ്. വി എന്നുള്ള വോൾട്ടേജ് തന്നെയാണ് എല്ലാ പറയുന്നത്. V1 V2 V3 ഈക്വൽ ടു VT ആണ്. എന്താണ് ടോട്ടൽ വോൾട്ടേജ്, എന്താണോ സർക്യൂട്ടിന് അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് എന്താണോ അത് എന്താണ് V1 V2 V3 സിമിലർ ആണ്. സോ ഇവിടെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, കറണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കപ്പാസിറ്റൻസിന് അക്രോസ് ഉള്ള കറണ്ട് ആഡ് ചെയ്യണം. I1 I2 I3 എന്നുള്ളത് ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, റെസിസ്റ്റേഴ്സിന്റെ കേസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് തന്നിട്ടുള്ളത് കൊണ്ടാണ് കപ്പാസിറ്ററിന്റെ കേസിൽ ജസ്റ്റ് ഇക്വേഷൻ വെച്ച് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്ലസ് വരുന്നതെല്ലാം ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും, ഇക്വേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതെല്ലാം സിമിലർ വാല്യൂ ആണ്. ആ ഒരു ലോജിക്ക് നിങ്ങൾ ഇത് കാണുമ്പോൾ എടുത്തോളണം കേട്ടോ. കറണ്ട് ഇവിടെ ഡിഫറെന്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. ദെൻ അതിന്റെ ഒരു പ്രോബ്ലം, നേരത്തെ തന്നിരിക്കുന്ന വാല്യൂസ് തന്നെയാണ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. പാരൽ ആവുമ്പോൾ ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ, C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4, 4 എണ്ണം ആയതുകൊണ്ട് അല്ലെ. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 19 മൈക്രോ ഫാരഡ് എന്നുള്ളത് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമ്മള് റെസിസ്റ്റേഴ്സിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും എന്താണ്, സീരീസും പാരലും എളുപ്പത്തിൽ സെയിം വാല്യൂസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ അതേപോലെ കപ്പാസിറ്ററിന്റെ കേസിൽ n ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്താണ്, C/n. കപ്പാസിറ്റൻസ് തന്നിരിക്കുന്ന കപ്പാസിറ്റൻസ് വാല്യൂവിന് എല്ലാം സിമിലർ കപ്പാസിറ്റൻസ് വാല്യൂ ആയിരിക്കും തന്നിരിക്കുന്നത് C എന്നുള്ളത്. സോ ആ കപ്പാസിറ്റൻസ് വാല്യൂവിനെ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷനകത്ത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കിട്ടും. ഓക്കെ, അതുപോലെ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ n ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻറ്റു കപ്പാസിറ്റൻസിന്റെ വാല്യൂ. ഓക്കെ, സോ NC എന്നുള്ളത് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇത്രയുമാണ് ബേസിക് ആയിട്ട് കപ്പാസിറ്റേഴ്സിന്റെ എന്താണ്, കപ്പാസിറ്റർ എന്താണ്, കപ്പാസിറ്റൻസ് എന്താണ്, എന്തൊക്കെയാണ് യൂസ്, ആപ്ലിക്കേഷൻസ്, ദെൻ ചാർജ് സ്റ്റോർ ചെയ്താൽ എന്ത് ആണ് എന്നുള്ളത് നോക്കി. ദെൻ എന്താണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂന്റെ ഇക്വേഷൻ നോക്കി. അതേപോലെ എന്താണ് ചാർജ്, ദെൻ വേറെന്താ നോക്കിയത്, എനർജി നോക്കി. സോ അതിന്റെ കപ്പാസിറ്ററിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂസ് നോക്കി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ആ ഡിഫറെന്റ് ടൈപ്സിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സിന്റെ പോലെ തന്നെ എന്തായിരുന്നു, റെസിസ്റ്റേഴ്സ് ഫിക്സഡും ഉണ്ടായിരുന്നു, വേരിയബിളും ഉണ്ടായിരുന്നു. സിമിലർലി കപ്പാസിറ്റേഴ്സും ഉണ്ട്, എന്തുണ്ട്, ഫിക്സഡും ഉണ്ട്, വേരിയബിളും ഉണ്ട്. ഓക്കെ, സോ ഫിക്സഡിനകത്ത് നോൺ പോളറൈസ്ഡ്, പോളറൈസ്ഡ് എന്നുള്ള കാറ്റഗറിയാണ് വരുന്നത്. വേരിയബിൾ കപ്പാസിറ്റേഴ്സിനകത്ത് ടൂണിംഗ് കപ്പാസിറ്റേഴ്സും ട്രിമ്മർ കപ്പാസിറ്റേഴ്സും ആണ് വരുന്നത്. ക്ലിയർ ആണോ? സോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്. സോ ഫിക്സഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ ഫിക്സ് ചെയ്യും. വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സർക്യൂട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്താണ് ഈ പറയുന്ന മാനുഫാക്ചറിങ് ടൈമിൽ
എന്ത് ഫിക്സ് ചെയ്തിരിക്കും, റേഞ്ച് ഫിക്സ് ചെയ്തിരിക്കും. പക്ഷെ ഈ റേഞ്ചിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യുന്ന സമയത്ത് ഈ റേഞ്ചിലുള്ള വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് വേരിയബിളും ഫിക്സഡും കപ്പാസിറ്റേഴ്സ് എന്താന്നുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് കപ്പാസിറ്ററിനെ കുറിച്ച് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ദെൻ കുറച്ചൊരു 3-4 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. പ്ലേറ്റ്സ് ഇൻ കപ്പാസിറ്റർ ആർ ഡാഷ്: കണ്ടക്റ്റീവ്, നോൺ കണ്ടക്റ്റീവ്, ഡൈഇലക്ട്രിക്, സെമി കണ്ടക്റ്റീവ്. ആൻസർ പറയൂ. Conductive. Yes, conductive. Okay. What are the SI units of capacitor? Farad. 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 Yes. What blocks DC signal at steady states? Capacitor. Capacitor. Okay. Electrical energy stored inside the capacitor is referred to as dash. Capacitance. Yes. What is the equation of capacitance in the parallel plate capacitor? Epsilon A by D. Yes. So, ഇത്രയേ ഉള്ളൂ.